ഹലോ ഫ്രണ്ട്സ്, ലീസ് കിച്ചന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാനിന്ന് എന്നാ ചെയ്യാൻ പോകുന്നത്, ഉച്ചക്കത്തെ ഭക്ഷണം ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പൊ ചോറ് വെക്കുന്നുണ്ട്. ഇത് കുമ്പളങ്ങ വന്നിട്ട് കട്ട് ചെയ്തിട്ട് അടുപ്പത്ത് വെച്ചതാണ്. കുമ്പളങ്ങ കറി ഉണ്ടാക്കിയിട്ട് മോര് കറി ഉണ്ടാക്കേണ്ടിട്ട് വെച്ചതാണ്. പിന്നെ പച്ചപ്പയറില്ല, കൊട്ടപ്പയർ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടില്, അത് ഒരു വറവ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ കുമ്പളങ്ങ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തിട്ട് ഞാൻ ചട്ടിയിലിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 3 പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇനി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയില്ല, പച്ചമുളക് ഇടുന്നത്, മുളക് പൊടി ഇടുന്നില്ല. മോര് കറിയാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ കോട്ടപ്പയർ, നമ്മുടെ നാട്ടിൽ കോട്ടപ്പയർ എന്ന് പറയാം, ചില നാട്ടിൽ കാരാമണി എന്ന് പറയും, പയർ എന്ന് പറയും, അച്ചിങ്ങ എന്ന് പറയും. അപ്പോൾ നമ്മളെ നാട്ടിൽ കോട്ടപ്പയർ സൂപ്പറായിട്ട് ഞാൻ കോട്ടപ്പയർ വറവ് ഉണ്ടാക്കി കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ അരിയും അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. 2 ഗ്ലാസ് അരി ഇട്ടിട്ട് നല്ലോണം കഴുകി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കോട്ടപ്പയർ കട്ട് ചെയ്യാം. മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് ഞാൻ വേഗം വെച്ചിട്ടുണ്ട്. കുമ്പളങ്ങ, അപ്പോൾ കോട്ടപ്പയർ നല്ലോണം കുട്ടി കുട്ടിയായിട്ട് കട്ട് ചെയ്യാം. അപ്പൊ ഇത് മാത്രല്ല, ഞാൻ വഴുതിനങ്ങയും വറുക്കുന്നുണ്ട്. വഴുതിനങ്ങ റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ എണ്ണയിലിട്ടിട്ട് നല്ലോണം മുളക് പൊടിയും മഞ്ഞപ്പൊടിയെല്ലാം ഇട്ടിട്ട് ഉപ്പെല്ലാം ഇട്ടിട്ട് നല്ലോണം വറുത്ത് എടുക്കാന്ന് വിചാരിച്ചിട്ട് വഴുതിനങ്ങയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ കോട്ടപ്പയറിലേക്ക് ഒരു ഉള്ളി എടുത്ത് നല്ല കുട്ടി കുട്ടിയായിട്ട് കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം കൈ കൊണ്ടുള്ള പരിപാടിയാണ്, ഒന്നും കട്ട് ചെയ്തിട്ട് വെക്കുന്നില്ല. അപ്പപ്പം ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു പരിപാടിയാണ്. പിന്നെ അതിൻ്റെ അകത്ത് തേങ്ങ ഇട്ട് കൊടുക്കാം. 2-3 പച്ചമുളക് കീറിയിട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങ ചിരണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ കോട്ടപ്പയറിനെല്ലാം നല്ല വറവ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ അതിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് നല്ലോണം പെരക്കിയിട്ട് കുറച്ച് സമയം വെച്ചിട്ട് നമുക്ക് ഒരു ചട്ടിയിലിട്ടിട്ട് വറുത്തെടുക്കാം. അപ്പോഴേക്കും ഞാൻ വഴുതിനങ്ങ റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്, ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയെല്ലാം ഇട്ടിട്ട് വെച്ച് സൂപ്പറായിട്ടുണ്ടാവും. നമുക്ക് അതും കൂടി ചെയ്തെടുക്കണം. പിന്നെ ഞാൻ ഈ കറിയിലേക്ക് വേണ്ടിയിട്ട് തേങ്ങ ചിരവിയിട്ട് മിക്സിയിലിട്ട് അരക്കുന്നുണ്ട്. അപ്പം ഞാൻ ചെറിയൊരു ചേഞ്ച് വരുത്തി. തൈരില്ല, മോരില്ല, മോര് കറി വെക്കണ്ടെങ്കിൽ. അപ്പം ഞാൻ എന്ത് ചെയ്ത് പുളി ഇട്ടിട്ട് വെക്കാന്ന് വെച്ചിട്ട് പുളിയും കൂട്ടിയിട്ട് നല്ലോണം തേങ്ങ മഞ്ഞൾപ്പൊടിയും ജീരകം കൂട്ടിയിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ വഴുതിനങ്ങയിൽ മുളക് പൊടിയും ഉപ്പ് ഇട്ടിട്ട് നല്ലോണം പെരക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഈ വറവ് നമ്മൾ കടുവെല്ലാം പൊട്ടിച്ചിട്ട് ഈ വറവ് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്, ചട്ടിയിലോട്ടേക്ക്. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് വേവിച്ചെടുക്കാം. നമുക്ക് അനുസരിച്ച് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലോണം ഒന്ന് ഇളക്കി വിട്ടിട്ട് കുറച്ച് സമയം അവിടുന്ന് വേകട്ടെ. അപ്പോഴേക്കും ഇതെല്ലാം പെരക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി അരി വാർത്തതിന് ശേഷം ഈ വഴുതിനങ്ങ നമുക്കൊരു വറുത്തെടുക്കാം. അപ്പം ഞാൻ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ തേങ്ങ അരച്ച് വെച്ചത് മോര് കറി എന്ന് പറയാൻ പറ്റില്ല, പുളിങ്കറി എന്ന് പറയാൻ പറ്റും. അപ്പം അതിലോട്ടേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് അത് നല്ലോണം ഒന്ന് തിളക്കട്ടെ. തിളച്ച് കഴിഞ്ഞ് നമുക്കൊന്ന് വറുത്തിട്ട് കൊടുക്കണം. അപ്പോഴേക്കും അതിൻ്റെ ചോറിവിടെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കത് വാർക്കണം. വാർക്കാം. വെന്തിട്ടുണ്ട്, അത് അങ്ങോട്ടേക്ക് മാറ്റിയിട്ട് നമുക്ക് വാർത്തെടുക്കാം. അപ്പം കറി നല്ലോണം തിളക്കുന്നുണ്ട്. ഇനി നമുക്ക് അതിലോട്ടേക്ക് വറുത്തിട്ട് കൊടുക്കാം. അപ്പം ഞാനെന്ത് ചോദിച്ചാൽ ഇത് വഴുതിനങ്ങ പൊരിച്ചെടുക്കാന്ന് വെച്ചാൽ കല്ല് വെച്ചത്. അപ്പോഴേക്കും കറി തിളച്ച് വന്നതുകൊണ്ട് ശരി അത് മാറ്റിയിട്ട് ഞാൻ വറവിട്ട് കൊടുക്കേണ്ട പ്ലാനിങ്ങിലാണുള്ളത്. അപ്പോൾ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എണ്ണ ഒഴിച്ചിട്ട് ചട്ടിയിലേക്ക് എണ്ണ ഒഴിക്കുക, കടുക് ഇടുക, ഉലുവയിട്ട് വറുത്തിട്ട് നല്ല സ്മെല്ലായിട്ടുണ്ടാവും. പിന്നെ അതിലേക്ക് വറമുളക് ഇടണം. പക്ഷെ ഞാൻ വറമുളകൊന്നും ഇട്ടിട്ടില്ല, ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്കിനി
നല്ലോണം പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം ഈ കറിയിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. ആ തേങ്ങ എണ്ണേൻ്റെ സ്മെല്ല്, വെളിച്ചെണ്ണേൻ്റെ സ്മെല്ല് അടിപൊളിയാണ്. ഉലുവേൻ്റെ കൂടെ ആകുമ്പോൾ സൂപ്പറായിട്ടുണ്ടാവും സ്മെല്ല്. അപ്പോൾ ഇങ്ങനെ ഒരു കറി ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഞാൻ കറി എടുത്ത് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വഴുതനങ്ങ പൊരിച്ചെടുക്കണം. അതിന് വേണ്ടി കല്ലടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ വയ്ക്കുന്നുള്ളൂ, ഡീപ്പ് ഫ്രൈ അല്ല, ചുമ്മാ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നേ ഉള്ളൂ. വഴുതനങ്ങ വേഗത്തിൽ വെന്ത് കിട്ടും. പിന്നെ ഇതിൻ്റെ കൂടെ പെരിഞ്ജീരകവും വെളുത്തുള്ളി ഇതെല്ലാം ഇട്ടിട്ട് ചെയ്താൽ ഇനിയും നല്ല സൂപ്പറായിട്ട്. ഞാൻ ജസ്റ്റ് മുളക് പൊടി മാത്രം ഇട്ടിട്ട് ചെയ്തതാണ്, മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട്. അപ്പോൾ അത് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് നല്ലോണം പൊരിച്ചെടുക്കണം, അപ്പുറത്തും ഇപ്പുറത്തോളം ഇട്ട് കൊടുത്തിട്ട്. അപ്പോഴേക്കും നമുക്ക് കോട്ടപ്പയർ നല്ലോണം വെന്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു. നല്ലോണം ഒന്ന് വെള്ളമെല്ലാം വറ്റിയതിന് ശേഷം നമുക്കെടുത്ത് മാറ്റിയേക്കാം. അപ്പോൾ ഇന്നത്തെ ലഞ്ച് എനിക്കിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സൂപ്പറായിട്ടുണ്ടാവും ലഞ്ച്. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. പിന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും താങ്ക് യു. സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.